ഗൈസ്, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സെർജിയോ കാസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യതയെ പറ്റി. ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രീ കോൺട്രാക്റ്റ് വരെ എത്തിയിട്ടുള്ള ഒരു താരമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചാണ്. റിലയബിൾ സോഴ്സസിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കസിൻ്റെയൊക്കെ ഒരു ട്വീറ്റ് പ്രകാരം ഒരു സ്പാനിഷ് സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പ്രീ കോൺട്രാക്റ്റിലൊക്കെ ആയിരുന്ന ഒരു താരം അദ്ദേഹം വരില്ല. അതിൻ്റെ കാരണം മെഡിക്കൽ ഫെയിലായി ബാംഗ്ലൂർ വെച്ച് നടന്നിട്ടുള്ള എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത്. അപ്പോൾ മാർക്കസ് പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഇത് പറഞ്ഞ പോലെ നേരത്തെ റിലയബിൾ സോഴ്സസിൽ നിന്ന് തന്നെ ഒരു പ്രീ കോൺട്രാക്റ്റിലെത്തിയ സ്പാനിഷ് സ്ട്രൈക്കർ എന്ന് പറയുന്നത് സെർജിയോ കാസ്റ്റലാണ്. അപ്പം നമ്മൾ മീൻ ചെയ്യേണ്ടത് കാസ്റ്റലിൻ്റെ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പം കാസ്റ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല പ്ലെയറാണ്, ഇപ്പോഴും 30 വയസ്സുകാരൻ മാത്രമാണ്. 2019 ജംഷഡ്പൂർ എഫ് സിയിൽ തൻ്റെ ഒരു യങ് ഏജിൽ തന്നെ വന്ന് കളിച്ച് നല്ല ഇമ്പ്രസീവ് ആയിരുന്നു. പിന്നെ സൈപ്രസ് ലീഗിൽ പോയി നന്നായിട്ട് കളിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് സെഗുണ്ടയിലാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. മിനിറ്റ്സുകൾ കുറച്ചാണ് കളിച്ചതെങ്കിൽ കൂടി. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് ഇത്. ജംഷഡ്പൂർ എഫ് സിയിൽ ഉള്ളപ്പോഴും അത് കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിലൊക്കെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇഞ്ചുറി എന്ന് പറയുന്നൊരു ഫാക്ടർ അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട്. നല്ല സ്ട്രൈക്കറാണ്, ആ കാര്യത്തിൽ യാതൊരു തരം സംശയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ മത്സരങ്ങൾ പോലും കളിച്ചത് സെഗുണ്ടയിലാണ് എന്നുള്ളതാണ്. നിരവധി ഗോൾസൊക്കെ അദ്ദേഹത്തിന് ഇപ്പം സൈപ്രസിലും അല്ലെങ്കിൽ സെഗുണ്ടയിലും മറ്റ് ലീഗ്സിലും ഒക്കെ ആയിട്ട് അടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ആരെയും കുറ്റം പറയാനില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫെയിലായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലെയറെ പിന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അർത്ഥമില്ല. നമുക്ക് ആകപ്പാട് 6 വിദേശ താരങ്ങളെ പറ്റത്തുള്ളൂ. അത് നല്ല പിന്നെ കളിക്കാൻ പറ്റുന്ന, സീസൺ മുഴുവൻ കളിക്കാൻ പറ്റുന്ന താരങ്ങളാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അടുത്തത് ബംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ബംഗളൂരു എഫ് സി അവരുടെ 6 വിദേശ താരങ്ങളിൽ കഴിഞ്ഞ സീസണിലെ 4 വിദേശ താരങ്ങളുമായിട്ട് വേർപിരിയുന്നു എന്നുള്ളതാണ്. അതായത് അറ്റാക്കിങ്ങിലുള്ള ഡയാസ് പെരേര, മിഡ്ഫീൽഡിലുള്ള നൊഗ്വേറയും കാപ്പോവും, ഡിഫൻസിലുള്ള ജവാനോവിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തുടരുക റയാൻ വില്യംസും എഡ്ജർ മെൻഡസ് എന്നീ താരങ്ങളാണ്. നല്ല മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള മുന്നേറ്റത്തിലെ 2 താരങ്ങളാണ്. ഇപ്പം റയാൻ വില്യംസ് 22 മത്സരങ്ങളിൽ 7 ഗോളും 4 അസിസ്റ്റും ആണെങ്കിൽ എഡ്ജർ 27 മത്സരങ്ങളിൽ 9 ഗോളും 4 അസിസ്റ്റുമാണ് ISL കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പറഞ്ഞാൽ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ്. എസ്പെഷ്യലി ഇപ്പോൾ റയാൻ വില്യംസിന് ആദ്യത്തെ സീസണിൽ കുറച്ച് മത്സരങ്ങളൊക്കെ അദ്ദേഹം മിസ്സായിരുന്നു. ഈ സീസണിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനത്തിലേക്ക് വന്നത്. എഡ്ഗർ ഒരു വിങ്ങറായിട്ടും സെൻട്രൽ ഫോർവേഡായിട്ടും ഒക്കെ ഇമ്പ്രസീവ് ആകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പം മാർക്കസിൻ്റെയൊക്കെ ട്വീറ്റ് പ്രകാരം ബംഗളൂരു എഫ് സി ഒരു സെൻട്രൽ ബാക്കുമായിട്ട് ചർച്ചയിലാണ്, മറ്റ് ക്ലബ്ബുകളൊക്കെ പിന്നാലെ ഉണ്ട്. അപ്പം ആ ഒരു ഡീല് മിക്കവാറും ബംഗളൂരു എഫ് സി ഉടനെ തന്നെ കൺഫേം ചെയ്യും. അത് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വാർത്തകളൊക്കെ പുറത്തേക്ക് വരും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.